ഈ വീഡിയോയിൽ ഒരു ഇംഗ്ലീഷ് നഗരത്തിലെ ചില കാഴ്ചകളാണ്. ഇംഗ്ലണ്ടിലെ നഗരങ്ങളും പട്ടണങ്ങളും നമ്മുടെ നാട്ടിലെ പോലെ ശബ്ദകോലാഹല കേന്ദ്രങ്ങളല്ല. ഇതൊരു ബസ് സ്റ്റേഷനാണ്. യാത്രക്കാർക്ക് പ്ലാറ്റ്ഫോമിൽ മാത്രമേ നിൽക്കാനാകൂ. റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കില്ല. ബസ് സ്റ്റാൻഡിനുള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാനും നടക്കാനും സാധിക്കില്ല. ഒരു ജില്ലാ ആസ്ഥാനത്തെ ബസ് സ്റ്റേഷനാണിത്. ഇവിടെയും തീവ്രമായ ഒരു ശാന്തതയുണ്ട്. അച്ചടക്കവും പ്രശംസനീയം. ബസ്സുകൾ അതാത് പ്ലാറ്റ്ഫോമിൻ്റെ മുൻപിൽ വന്ന് നിൽക്കും. അപ്പോൾ ഗ്ലാസ് വാതിൽ തുറക്കും. നേരിട്ട് ബസ്സിലേക്ക് കയറാം. ഇറങ്ങേണ്ടവർക്ക് പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങാം. ഈ അച്ചടക്കത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. ഇത് ബ്രിട്ടീഷ് ജനതയുടെ ഡിസിപ്ലിനാണ്. നമ്മെ അതിശയിപ്പിക്കുന്ന അച്ചടക്കം. ഒരു മനുഷ്യന് പോലും ബസ്സിൻ്റെ റൺവേയിലേക്ക് കടക്കാനാവില്ല. ഇത് യാത്രക്കാർക്ക് സുരക്ഷ നൽകുന്നു. ഒരു ജില്ലാ ആസ്ഥാനമായ വൂൾവർഹാംപ്റ്റൺ നഗരമാണ് നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൊല്ലം, കോട്ടയം, തൃശ്ശൂർ തുടങ്ങിയ നഗരങ്ങളിലെ തിക്കും തിരക്കും ഇവിടുത്തെ ഈ കാഴ്ചകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ജനസംഖ്യാക്കുറവിൻ്റെ സൗകര്യങ്ങളും ഗവൺമെൻറ് സംവിധാനങ്ങളുടെ കാര്യക്ഷമതയും എല്ലാം വളരെ വ്യക്തമായി നമുക്ക് തിരിച്ചറിയാം. ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് അതിരാവിലെയോ അർദ്ധരാത്രിയിലോ അല്ല. നഗരത്തിൽ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന വൈകിട്ട് 4 മണിയോടെയാണ്. ഇംഗ്ലണ്ടിലെ വൻ നഗരങ്ങൾ ഒഴികെ ബാക്കി എല്ലാ ചെറുനഗരങ്ങളിലും ഇതാണ് അനുഭവം. ജനസാന്ദ്രതയാലും നഗരവൽക്കരണത്താലും ശ്വാസം മുട്ടുന്ന കേരളത്തിൽ നിന്ന് ഇവിടെ എത്തുന്നവർക്ക് ഭയാനകമായ ഈ ശാന്തത ഒരുപക്ഷെ മ്ലാനത സമ്മാനിച്ചേക്കാം. അതീവ ശാന്തത കാക്ഷിക്കുന്നവർക്ക് ഇത് വളരെയേറെ സമാധാനവും നൽകും. ഇംഗ്ലണ്ടിൽ 8 മാസവും തണുപ്പുകാലമാണ്. ഈ വീഡിയോ ചിത്രീകരിച്ചത് ഫെബ്രുവരിയിലാണ്. പകൽ സമയത്ത് 7 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ മാത്രമേ താപനില എത്താറുള്ളൂ. എപ്പോൾ വേണമെങ്കിലും ചെറിയ മഴ പെയ്യാം. നല്ല തണുപ്പാണെങ്കിലും വെയിലും എത്താം. വെയിലിന് ചിലപ്പോൾ 10 മിനിറ്റേ ആയുസ് കാണുകയുള്ളൂ. ചെറിയ ചാറ്റൽ മഴ ഉടൻ വരാം. ഒപ്പം കഠിനമായ ശീതക്കാറ്റും. ഇതെല്ലാം കൂടി ഒത്തുവരുന്നതിനാൽ ജനങ്ങൾ അത്യാവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങാറില്ല. നമ്മെ ഞെട്ടിപ്പിക്കുന്ന ഈ നഗരക്കാഴ്ച ഇക്കാരണത്താൽ കൂടി സംഭവിക്കുന്നതാകാം. തിരക്ക്, ജനക്കൂട്ടം എന്നിവയാൽ വീർപ്പുമുട്ടുന്ന നഗരങ്ങളല്ല ഇവിടെയുള്ളത്. ഇംഗ്ലീഷ് നഗരങ്ങൾ വളരെയേറെ ശാന്തതയുള്ള യാതൊരു തിരക്കുമില്ലാത്ത പ്രദേശങ്ങളാണ്. ഇന്ത്യൻ നഗരത്തിൽ നിന്ന് ചെല്ലുന്നവർക്ക് ഇത് വളരെ വ്യത്യസ്തമായ അനുഭവമായിരിക്കും. ഈ മൊണാസ്ട്രി ക്യാമ്പസിന് അടുത്താണ് ഈ നഗരത്തിലെ ഒരു പ്രശസ്ത കോളേജ്. ഇവിടെ കോളേജിന് യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ അതിവിശാലമായ ക്യാമ്പസും സംവിധാനങ്ങളുമല്ല ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ ഉള്ളത്. കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ് തുടങ്ങിയ ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളെപ്പോലെ വിശാലമായ ക്യാമ്പസുകളിലാണ്. എന്നാൽ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റികൾ എന്ന പേരിൽ നാം കേൾക്കുന്ന മറ്റ് 100 കണക്കിന് യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിലെ ഒരു വലിയ കോളേജിൻ്റെ അത്ര വലിപ്പമുള്ളതല്ല. കാരണം ഇംഗ്ലണ്ടിൽ കോളേജുകളെ യൂണിവേഴ്സിറ്റികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഡിഗ്രി മുതൽ പഠനം നൽകുന്ന എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെ യൂണിവേഴ്സിറ്റികളാണ്. ഓരോ വർഷവും മുളച്ചു പൊങ്ങി വരുന്ന ഇത്തരം യൂണിവേഴ്സിറ്റികളിലാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ലക്ഷക്കണക്കിന് രൂപ ഫീസ് നൽകി ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പഠനത്തിന് ചേരുന്നത്. ഒരു പൗണ്ടിന് ഏകദേശം 110 രൂപയോളം നൽകേണ്ടി വരുന്നതിനാൽ ഡിഗ്രി, PG പഠനങ്ങൾക്ക് ഒരു ഇന്ത്യക്കാരന് ഇംഗ്ലണ്ടിൽ പഠിക്കാനായി കുറഞ്ഞത് 20 ലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വരുന്നു. ഇന്ത്യയിലെ കോളേജുകളിലെ പഠന നിലവാരത്തേക്കാൾ ഒട്ടും മുകളിലല്ല ഇത്തരം ചെറുകിട യൂണിവേഴ്സിറ്റികളിലെ പഠന നിലവാരം എന്ന് മഹാഭൂരിഭാഗം മലയാളികൾക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന ട്രാജഡി നിലനിൽക്കുന്നു. ഈ ട്രാപ്പിൽ വീണുപോയ കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ ഈ ദുഃഖസത്യം പുറത്തു പറയാറുമില്ല.
എന്നാൽ ഇംഗ്ലണ്ടിലേക്ക് കുറഞ്ഞത് 20 ലക്ഷം രൂപ ചെലവാക്കി പോകുന്ന കുട്ടികൾക്ക് അവിടുത്തെ പഠനമല്ല പ്രധാനം. പഠനത്തിന് ശേഷം 2 വർഷം അവിടെ നിൽക്കാൻ അനുവാദം ലഭിക്കും. ആ സമയത്ത് എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് കഴിയാം. പഠിക്കുന്ന സമയത്തും പാർട്ട് ടൈം ജോലി ചെയ്യാൻ ഈ രാജ്യത്ത് അനുവാദമുണ്ട്. മിക്കവാറും യൂണിവേഴ്സിറ്റികളിൽ ആഴ്ചയിൽ 2-3 ദിവസം മാത്രമേ ക്ലാസ് കാണുകയുള്ളൂ. 1 മണിക്കൂർ ജോലി ചെയ്താൽ ഏറ്റവും കുറഞ്ഞത് 12 പൗണ്ട് ഇപ്പോൾ ലഭിക്കും. 5 മണിക്കൂർ ജോലി ലഭിച്ചാൽ 60 പൗണ്ട്, അതായത് ഏകദേശം 6500 രൂപ. എന്നാൽ വിദ്യാർത്ഥികൾക്ക് ആഴ്ചയിൽ 20 മണിക്കൂർ വരെ ജോലി ചെയ്യുവാനേ അനുവാദമുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയാലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇംഗ്ലണ്ടിൽ പഠനത്തിനായി കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആയതിനാൽ ഇംഗ്ലണ്ടിൽ എവിടെ നോക്കിയാലും മലയാളി കുട്ടികളെ കാണാം. ഇപ്പോൾ അവസ്ഥ അത്ര അനുകൂലമല്ലാത്തതിനാൽ ഇവിടേക്കുള്ള ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ബാങ്കിൽ നിന്നും കടമെടുത്തും വസ്തുവും വീടും പണയം വെച്ചും 20 ലക്ഷവും അതിലുപരിയും ചെലവഴിച്ച് ഇംഗ്ലണ്ടിൽ കഴിയുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികളും തങ്ങൾക്കുണ്ടായ അബദ്ധത്തിൽ ദുഃഖിതരാണ്. എന്നാൽ വളരെ ഉന്നതമായ സാമൂഹ്യ സുരക്ഷയും ജീവിത നിലവാരവും നിലനിൽക്കുന്ന ഈ രാജ്യത്ത് എത്ര ദുരിതമനുഭവിച്ചായാലും പിടിച്ചു നിൽക്കണമെന്നാഗ്രഹിക്കുന്ന മലയാളി കുട്ടികളും ആയിരക്കണക്കിനുണ്ട്. വിചാരിച്ച വരുമാനം ലഭിക്കാത്തതിനാൽ ബാങ്ക് കടം വീട്ടാനാകാതെ ആശങ്കയിൽ കഴിയുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും വീട്ടുകാരും കേരളത്തിലുണ്ട്. വൂൾവർഹാംപ്റ്റൺ സിറ്റിയിൽ ഈ ബോർഡ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായി. ഇത് SBIയുടെ UK ഒരു ബാങ്ക് ശാഖയാണ്. എന്നാൽ ഭരണകാര്യങ്ങളും മറ്റിടപാടുകളും നിയന്ത്രിക്കുന്നത് ഇന്ത്യയുടെ SBIയുടെ ഗവേണിംഗ് ബോർഡല്ല. UK ഇതിന് പ്രത്യേക സംവിധാനമാണ് എന്നാണ് അവിടുത്തെ ബാങ്ക് മാനേജർ പറഞ്ഞത്. ഒരു ഉത്തരേന്ത്യക്കാരനാണ് ഈ ശാഖയിലെ മാനേജർ. മറ്റ് ജീവനക്കാരെല്ലാം ബ്രിട്ടീഷുകാരാണ്. ഇവിടുത്തെ ബസ്സുകളിൽ ഭൂരിഭാഗവും ഇരുനില ബസ്സുകളാണ്. ബസ്സുകളിൽ തിരക്കില്ല. ടൗണിലെ റോഡിലും തിരക്കില്ല. ഇവിടങ്ങളിലെ അച്ചടക്കവും ശാന്തമായ ഗതാഗതവും വൃത്തിയുള്ള റോഡുകളും യാതൊരു തിരക്കുകളുമില്ലാത്ത ഷോപ്പിംഗ് സെൻ്ററുകളും വിശാലമായ പാർക്കുകളും എല്ലാം വളരെ അന്തസ്സുള്ള കാഴ്ചകളാണ്, അനുഭവങ്ങളാണ്. വാഹനങ്ങൾ ഹോൺ അടിക്കാറില്ല, അമിതമായ സ്പീഡിൽ ഓടാറില്ല. ഭൂരിഭാഗം വാഹനങ്ങളും ഇലക്ട്രിക് ആയതിനാൽ വാഹനങ്ങൾക്ക് പോലും ഒരു നിശബ്ദത. നഗരത്തിൽ ഒരിടത്തും ഒരു അനൗൺസ്മെൻറ്റും കേൾക്കാറില്ല. ഒരിടത്തും ഒരു പോസ്റ്ററും കാണാനില്ല. ഒരു രാഷ്ട്രീയക്കാരുടെയും പടങ്ങളുമില്ല. സിനിമാ പോസ്റ്ററുകൾ എങ്ങുമില്ല. വളരെ അന്തസ്സുള്ള പരിസരമാണ് എല്ലായിടത്തും. വൃത്തിയുടെ കാര്യത്തിൽ ഈ നഗരങ്ങളൊക്കെ നമ്മുടെ നഗരങ്ങളെക്കാൾ എത്രയോ പുരോഗതിയിലാണ്, മുൻപിലാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമാണെങ്കിലും ആഗ്രഹിച്ച ജോലി ഒന്നും ലഭിക്കുന്നില്ല എങ്കിലും എല്ലാം സഹിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ സെറ്റിൽ ചെയ്യണമെന്നാണ് ഇംഗ്ലണ്ടിലെത്തിയ ലക്ഷക്കണക്കിന് ഏഷ്യൻ വിദ്യാർത്ഥികളുടെ അതിയായ ആഗ്രഹം.